നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിലൂടെ പേരാലിൻ്റെ കൗതുകമുള്ള കഥകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും വിസ്താരമുള്ള വൃക്ഷങ്ങൾ പേരാലുകളാണ്. നർമ്മദാ തീരത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ പേരാൽ ചുവട്ടിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ 7000 ഭടന്മാർ തമ്പടിക്കാൻ മാത്രം വിസ്താരമുണ്ടായിരുന്നു എന്നാണ് പറയുക. വെള്ളപ്പൊക്കത്താൽ ഇതിൻ്റെ വലിപ്പം വളരെ കുറഞ്ഞിരുന്നുവെങ്കിലും ഇതിൻ്റെ അവശേഷിച്ച ഭാഗത്തിന് 2000 അടി ചുറ്റളവുണ്ടായിരുന്നുവെന്ന് 1813 തുടങ്ങി 15 എഴുതിയ ഓറിയൻ്റൽ മംവാസ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ഫോബ്സ് പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിന് 3000-ലേറെ തായ്വേരുകളുണ്ടായിരുന്നുവെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ബനിയൻ ട്രീ എന്ന പേരുണ്ടായ കഥ നോക്കാം. പേരാൽ എന്ന പടുകൂറ്റൻ വൃക്ഷത്തിന് ബനിയൻ ട്രീ എന്ന പേരിട്ടത് വെള്ളക്കാരാണ്. വൃക്ഷത്തിൻ്റെ വിസ്തൃതമേറിയ കുട പോലുള്ള മേൽപ്പരപ്പ് തണൽ പ്രദാനം ചെയ്യുന്നതിനാൽ പേർഷ്യൻ ഗൾഫിലും ഇന്ത്യയിലും സൂര്യൻ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്ന് സംരക്ഷണം നേടാൻ കച്ചവടക്കാർ തങ്ങളുടെ കച്ചവടക്കോപ്പുകൾ വൃക്ഷച്ചുവട്ടിൽ നിരത്തിയിരുന്നതായി യൂറോപ്യൻ യാത്രക്കാർ കണ്ടെത്തി. ഹിന്ദു ജാതി സമ്പ്രദായപ്രകാരം കച്ചവടക്കാർ വൈശ്യർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതിൻ്റെ ഉപവിഭാഗമായ ബനിയന്മാർ ധാന്യങ്ങളും മറ്റ് പലചരക്ക് സാധനങ്ങളും വിൽക്കുന്നതിന് ശ്രദ്ധേയരായിരുന്നു. ബനിയന്മാർ തങ്ങളുടെ ചരക്കുകൾ തണൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിൽക്കാറുള്ളത് ശ്രദ്ധിച്ച വിദേശികൾ ആ വൃക്ഷത്തെ ബനിയൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അന്നാളുകളിൽ ബനിയന്മാർ തങ്ങളുടെ പണം സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള മറയ്ക്കപ്പെട്ട പോക്കറ്റുകളോടുകൂടിയ പരുത്തിക്കുപ്പായങ്ങളാണ് സാധാരണ ധരിച്ചിരുന്നത്. കുളിർമയേകുന്നതും അലക്കാൻ എളുപ്പമുള്ളതുമായ ഈ പരുത്തി വസ്ത്രം ബനിയൻ വ്യാപാരികൾക്കിടയിൽ സർവ്വസാധാരണമായിരുന്നതിനാൽ ആ വസ്ത്രത്തിന് ബനിയൻ എന്ന പേര് നൽകി. പിൽക്കാലത്ത് പുരുഷന്മാരുടെ ഏത് വസ്ത്രത്തിനും അല്ലെങ്കിൽ അടിക്കുപ്പായത്തിനും ബനിയൻ എന്ന പേര് നൽകപ്പെട്ടു. ഇന്ത്യയിൽ പുരുഷന്മാരുടെ ഏതൊരു അടിക്കുപ്പായത്തിനും ഈ പേര് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നത്. ബനിയന്മാർക്ക് ഇന്നും ജോലി ചെയ്യുമ്പോൾ ഇത്തരം വസ്ത്രം ധരിക്കുന്ന ശീലമുണ്ട്. തോമസ് ആൽവ എഡിസൺ നട്ട ആൽമരത്തിൻ്റെ കഥ നോക്കാം. അമേരിക്കയിലെ ആദ്യ പേരാൽ നട്ടത് തോമസ് ആൽവ എഡിസനാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലോറിഡയിലെ ഫോർട്ട് മേഴ്സിയിലെ ഭവനത്തിൽ 1925 നട്ട മരമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പേരാലിൻ്റെ തൈ പ്രമുഖ റബ്ബർ വ്യവസായിയായിരുന്ന ഹാർവി ഫയർസ്റ്റോൺ ആണ് അദ്ദേഹത്തിന് നൽകിയത്. 64 അടി ഉയരത്തിൽ 1 ഏക്കറോളം സ്ഥലത്ത് ഇന്നത് വളർന്നു നിൽക്കുന്നുണ്ട്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയ്ക്ക് റബ്ബറിനായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ റബ്ബർ പോലുള്ള മറ്റു വസ്തുക്കൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയുള്ള ഗവേഷണങ്ങളുടെ ഭാഗമായാണ് റബ്ബർ പാൽ പോലെ കറയുള്ള പേരാൽ ഗവേഷണാർത്ഥം നട്ടുപിടിപ്പിച്ചത്. ആൽവർഗത്തിലെ മരത്തിൻ്റെ പാലിൽ 3% ലാറ്റക്സ് ആണുള്ളത്. പരീക്ഷണം നടത്താൻ നിരവധി ആൽവൃക്ഷങ്ങൾ നട്ടുവളർത്തിയിരുന്നു. അടുത്തത് ഗീതോപദേശം ശ്രവിച്ച ആലിൻ്റെ കഥയാണ്. മാനവകുലത്തിന് നിഷ്കാമകർമ്മത്തിൻ്റെ തത്വശാസ്ത്രം പകർന്നു കൊടുത്ത ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് കുരുക്ഷേത്രത്തിൽ വെച്ചാണ്. ഗീതോപദേശം നടന്നു എന്ന് കരുതുന്ന സ്ഥലം ബ്രഹ്മസരോവറിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ്. ജ്യോതിസർ എന്നറിയപ്പെടുന്ന പുണ്യസരസിൻ്റെ സമീപത്തുള്ള പേരാൽ ചുവട്ടിൽ വെച്ചായിരുന്നത്രേ ഗീത ഉപദേശിക്കപ്പെട്ടത്. ഒരു ചെറിയ തടാകവും പരിസരത്തുള്ള ചെറിയ ചില ക്ഷേത്രങ്ങളും ചേർന്നതാണ് ജ്യോതിസർ. അവിടെ ഗീത ശ്രവിച്ച് ചിരഞ്ജീവിയായി മാറിയ ഒരു പേരാൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട്. യുഗദീർഘമായ ഇതിഹാസങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഒരു മൗനഗുരുവിനെ പോലെ നിൽക്കുന്ന പേരാലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ ഗീതാവചനം മാറ്റൊലിക്കൊള്ളുന്ന അനുഭൂതിയാണ് ഭക്തരിൽ ഉളവാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദ്വാപരയുഗസന്ധ്യയിൽ ശ്രവിച്ച ഭഗവത്ഗീത ചിരഞ്ജീവിയാക്കിയ പേരാലിന് ഇപ്പോൾ നോക്കുമ്പോൾ അത്ര പ്രായമൊന്നും തോന്നിക്കുന്നില്ല. ഒരു പക്ഷേ ഗീതാമൃതം കുടിച്ച് യൗവനമാർജിച്ചതാവാം ഈ വൃക്ഷം. ആന്ധ്രയിലെ തിമ്മാമ മാരിമാനു എന്ന ആൽമരത്തിൻ്റെ കഥ നോക്കാം. 1989
ഗിന്നസ് ബുക്കിൽ ഇടം തേടിയത് മുതൽ ലോകം തിമ്മമ്മ മാരിമാനു ആൽമരം തേടി എത്തുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ കാദ്രിയയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള അനന്തപൂർ ജില്ലയിലെ ഒരു പേരാലിലാണ് തിമ്മമ്മ മാരിമനു. ആന്ധ്രാപ്രദേശിലെ 550-ലേറെ വർഷം പ്രായമുള്ള തിമ്മമ്മ മാരിമാനുവാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള വൃക്ഷം. ഇതിന് 1100ഓളം വേരുകളുണ്ട്. പലതരം ജീവജാലങ്ങൾ ഈ മരത്തിലുണ്ട്. 5 ഏക്കറിലേറെ വരുന്ന മേൽപ്പരപ്പോടു കൂടിയ വൃക്ഷമാണിത്. ഈ വൃക്ഷത്തിന് നാശനഷ്ടം വരാതിരിക്കാനുള്ള സംരക്ഷണത്തിന് ആയുധധാരികളായ 4 പേര് നിരന്തരം കാവൽ നിൽക്കുന്നുണ്ട്. തിമ്മമ്മ മാരിമാനുവിൻ്റെ ഐതിഹ്യം നോക്കാം. AD 1383 സെത്തിബലിജ ദമ്പതിമാരായ സെന്നക വെങ്കടപ്പയുടെയും മങ്കമ്മയുടെയും മകള് തിമ്മമ്മ ജനിച്ചതായി രേഖകളിൽ പറയുന്നു. ബാലപയ്യാരയെ വിവാഹം ചെയ്ത തിമ്മമ്മ അസുഖം ബാധിച്ച ഭർത്താവിനെ ഭക്തിപൂർവ്വം സേവിച്ചു, ശുശ്രൂഷകൾ ചെയ്തു. ഭർത്താവിൻ്റെ അവസാനം ഭർത്താവ് മരിച്ചു. ഭർത്താവിൻ്റെ ചിതയിൽ പ്രാണൻ ഉപേക്ഷിക്കേണ്ടി വന്നു തിമ്മമ്മയ്ക്ക്. സാധാരണ വീട്ടമ്മയുടെ നിത്യജീവൻ്റെ പ്രതീകമാണ് ഈ പടുകൂറ്റൻ തണൽമരം. തിമ്മമ്മ എരിഞ്ഞു തീർന്ന ചിതയിൽ കിളിർത്തതാണ് ഈ ആല്. അതുകൊണ്ടാണ് ഈ പേരുണ്ടായത്. തിമ്മമ്മയുടെ ആത്മാവ് ഈ വൃക്ഷമായി പുനർജനിച്ചുവെന്നും നാടിനായ തണലായി വളർന്നുവെന്നും കഥകൾ പിറക്കുകയുണ്ടായി. തിമ്മമ്മ പിന്നെ നാടിന് ദേവിയായി. ഈ തണലിൽ ഒരു ക്ഷേത്രമുയർന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർ തിമ്മമ്മയെ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് ഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം. അടുത്തത് കേത്തോഹള്ളിയിലെ ആലിൻ്റെ കഥ നോക്കാം. കേത്തോഹള്ളിയിലെ ആൽമുത്തശ്ശിക്ക് 400 വയസ്സിന് മുകളിലുണ്ട്. പേരാലിൻ്റെ നാടെന്നറിയപ്പെടുന്ന കേത്തോഹള്ളി ഗ്രാമത്തിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് ആൽമരമൊരുക്കിയ ഒരു കൊച്ചു കാടാണ്. 3 ഏക്കർ സ്ഥലത്ത് 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിലും 90 അടി ഉയരത്തിലുമാണ് ഒരു ആൽമരം വിരിഞ്ഞു നിൽക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള ആൽമരങ്ങളിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് കേത്തോഹള്ളിയിലെ ഈ പേരാലിനുള്ളത്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ വൃക്ഷം ഏതാണെന്ന് നോക്കാം. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ വൃക്ഷം ഒരു പേരാലാണ്. അതിന് 350 വലിയ ശാഖകളും ഒരൊറ്റ തായ്മരത്തോട് ചേർന്ന 3000-ലേറെ ചെറിയ ശാഖകളുമുള്ളതാണ്. രന്തംബോറിലെ ആൽമരത്തിൻ്റെ കഥ നോക്കാം. രന്തംബോറിലെ വന്യജീവി പാർക്കിൽ ഒരു ഭയങ്കര വൃക്ഷം നിലകൊള്ളുന്നുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മുഗൾ ചക്രവർത്തിയുടെ ലിഖിതങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രകാരം പാർക്കിലെ പുലികൾക്കും മറ്റ് ഇരപിടിയന്മാർക്കും കളിസ്ഥലവും വേട്ട നടത്തുന്നതിനുള്ള ഇടവുമായിരിക്കുന്നതിന് പുറമെ പക്ഷികൾ, വവ്വാലുകൾ, പാമ്പുകൾ, അണ്ണാനുകൾ എന്നിവയ്ക്കും ചെറിയ മൃഗങ്ങളുടെയും പ്രാണികളുടെയും കൂട്ടങ്ങൾക്കുമൊക്കെ ഈ വൃക്ഷം തണൽ പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ആൽമരത്തിൻ്റെ കഥ നോക്കാം. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട പേരാല് കൽക്കട്ടയിലുള്ള നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ 240 വയസ്സിന് മുകളിൽ പ്രായമുള്ള പേരാലാണ്. 1925 ഒരു ഇടിമിന്നലിനെ തുടർന്ന് വെട്ടിച്ചെറുതാക്കുന്നതുവരെ കൊൽക്കത്തയിലെ പേരാലായിരുന്നു ഏറ്റവും വലിയ വൃക്ഷം. ഇപ്പോൾ 24.5 മീറ്ററിലേറെ ഉയരമുള്ള ഒന്നാണിത്. 3 ഏക്കർ പ്രദേശത്ത് ഇത് പന്തലിച്ച് നിൽക്കുന്നു. കൂടാതെ ഇതിന് 1800-ലേറെ വായവ മൂലകങ്ങളും 420 മീറ്റർ ചുറ്റളവുള്ള വിസ്തൃതിയേറിയ മകുടവുമൊക്കെയുണ്ട്. ഇതൊരു സാങ്കല്പികമല്ലാത്ത കാടാണെന്നായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്നു. പേരാലിൻ്റെ മുകളിൽ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കഥ നോക്കാം. തെക്കേ ഇന്ത്യയിലെ ഹൈദരാബാദ് ബേഗംപേട്ട വിമാനത്താവളത്തിനരികിൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തോടടുത്ത് ഒരു പേരാലിൻ്റെയും അരികിലുള്ള അത്തിമരത്തിൻ്റെയും ബലമുള്ള ശാഖകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ് മെച്ചാൻ എന്ന മരമുകൾ റെസ്റ്റോറൻറ്റ്. ഇടവിട്ടിടവിട്ട് സ്ഥാപിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞുള്ള തടിച്ച കയർഗോവണി കയറി വേണം അങ്ങോട്ട് എത്താനായിട്ട്. റെസ്റ്റോറൻറ്റ് മുള, തെങ്ങോല, കയർ എന്നിവയാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. വ്യത്യസ്ത നിരപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള 2 തീൻമുറികളിൽ ഉയരത്തിലുള്ളതിലേക്ക് കടക്കുമ്പോൾ പിരമിഡ് ആകൃതിയിലുള്ള മുളകൾ കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയാണ് ഉള്ളത്. അതാണ് വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്നത്. ഇത് നിലത്തു നിന്ന് 9 അടി ഉയരത്തിലാണ്. ചൂരൽ കൊണ്ടുള്ള മനോഹരമായ ഫർണിച്ചറുകളും
ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗോത്രബന്ധിയായ വസ്തുക്കളും വനപ്രതീതിക്ക് ആക്കം കൂട്ടുന്നതാണ്. അവിടെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ മോഗ്ലി എന്ന ഒരു മെനു കാർഡ് ലഭിക്കുക. റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ദ ജംഗിൾ ബുക്ക് എന്ന പുസ്തകത്തിലെ കഥകൾ വായിച്ചിട്ടുള്ളവർക്ക് സുപരിചിതമായ ഒരു പേരാണ് മോഗ്ലി. ഈ മോഗ്ലിയുടെ സാന്നിധ്യവും വനാന്തരീക്ഷത്തിന് നമുക്ക് ആക്കം കൂട്ടി തരുന്നതാണ്. അറസ്റ്റിലായ ഒരു പേരാലിൻ്റെ കഥ നോക്കാം. മരങ്ങളെ അറസ്റ്റ് ചെയ്യുമോ, മരങ്ങൾക്കും തടവ് ശിക്ഷയുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായേക്കാം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഒരു പേരാല് ഞാൻ അറസ്റ്റിലാണെന്ന ബോർഡും കഴുത്തിൽ തൂക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പാകിസ്ഥാനിലെ ലെൻഡ്രി കോതൽ ആർമി കൻ്റോൺമെൻറ്റിലാണ് നീണ്ട തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പേരാലുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആർമി ഓഫീസറായിരുന്ന ജെയിംസ് സ്കിഡാണ് വർഷങ്ങൾക്ക് മുമ്പ് പേരാലിന് തടവ് ശിക്ഷ വിധിച്ചത്. കാരണം വളരെ രസകരമാണ്. മദ്യപിച്ച് ബോധം നശിച്ച ഓഫീസർ ഈ പേരാലിൻ്റെ അടുത്ത് നിന്നപ്പോൾ പേരാല് തൻ്റെ അടുത്തേക്ക് വരുന്നതായി തോന്നി. മേലിൽ പേരാല് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണത്രേ പേരാലിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.